അൽഹംദുലില്ലാഹ്, നമ്മളെല്ലാവരും പരിശുദ്ധമായ റജബ് 27-ാമത്തെ ദിനത്തിലാണ്. എല്ലാവരും നോമ്പുകാരാണ്. അള്ളാഹുവെ പടച്ചോനെ, ഞങ്ങളുടെ നോമ്പിനെ നീ കബൂലാക്കണേ റഹ്മാനെ. ഇന്ന് നമ്മൾ നോമ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് നമ്മൾ നോമ്പിൻ്റെ നിയ്യത്തിൻ്റെ കാര്യത്തിൽ മറന്നു പോവണ്ട. അതോടൊപ്പം തന്നെ ഇന്നത്തെ പകൽ നോമ്പുകാരായിരിക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ പിടിക്കുന്ന നോമ്പ്, ആ നോമ്പിന് 10 പ്രതിഫലങ്ങളാണ് കിട്ടുക. 10 വലിയ പ്രതിഫലങ്ങൾ. ഇൻഷാ അല്ലാ ഏതൊക്കെയാണ് ആ 10 പ്രതിഫലങ്ങൾ നമുക്ക് കേൾക്കാം. അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്, ഒരു മനുഷ്യൻ ഇന്നത്തെ നോമ്പ് പിടിച്ച് ചെയ്യേണ്ട ഒരു കൂട്ടം കാര്യങ്ങളുണ്ട്. ചെയ്യേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു ദുആ. ഈ ദുആ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നരകത്തിൽ നിന്നും നമുക്ക് വലിയ കാവലാണ്. ഏതാണ് ആ ദുആ? അതുപോലെ തന്നെ ഏതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന്. നാളെ പകൽ വരികയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് പരിപാവനമായ റജബ് 27-ൻ്റെ നോമ്പും കൂടിയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് അള്ളാൻ്റെ മാസമാണല്ലോ റജബ്. ഈ അള്ളാൻ്റെ മാസമായ റജബിൽ അള്ളാൻ്റെ ഇഷ്ടം നമുക്ക് ഒരുപാട് കണ്ട് കിട്ടാൻ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ നമുക്ക് പഠിച്ചാലോ? ഒരു ചെറിയ ഇസ്മ. ഈ ഇസ്മ നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ നിത്യമാക്കിയാൽ അള്ളാൻ്റെ ഇഷ്ടം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഏതാണ് ആ ഇസ്മെന്നും അതുപോലെ തന്നെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഖൈറുകളും ഈ ദുന്യാവിലും നാളെ ആഖിറത്തിലും നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, അവരൊക്കെ ഖബറിൽ ഇങ്ങനെ കഴിയുകയാണ്. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന നല്ല അമലുകളുടെ ഒരു മിസ്ല സവാബ് അവർക്കും അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നു, എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇന്നലെ പരിശുദ്ധമായ റജബ് 27-ാം രാവായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരുപാട് നമ്മുടെ വീഡിയോയിൽ, നമ്മുടെ ചാനലിൽ തന്നെ ഇന്നലെ മഗ്രിബിന് ശേഷം ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, തസ്ബീഹുകൾ പറഞ്ഞു, ദുആകൾ പറഞ്ഞു. അല്ലാഹു തആല എല്ലാം നമ്മുടെ സൽക്കർമ്മങ്ങളും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. പിന്നെ ഇതിനു മുമ്പും ഒക്കെ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, ദിക്റും സ്വലാത്തൊക്കെ ആയിട്ട്. നമ്മുടെ നിസ്കാരം, നോമ്പ് എല്ലാം അല്ലാഹു തആല കബൂലാക്കട്ടെ. ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും നോമ്പുകാരാണ്. ഇന്ന് പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ്. ഇന്ന് നമ്മളെല്ലാവരും നോമ്പുകാരാണ്. ഇന്ന് പരിശുദ്ധമായ മിഅ്റാജ് ദിനമാണ്. അതായത് അതിശ്രേഷ്ഠമായ ഒരു ദിനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നിലനിൽക്കുന്ന ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ശ്രേഷ്ഠത നമുക്കറിയില്ല. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു, അള്ളാഹുവിൻ്റെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ, മഹാനായ ദാവൂദ് നബി, മഹാനായ സുലൈമാൻ നബി, മഹാനായ യഅ്കൂബ് നബി, മഹാനായ ഇബ്രാഹിം നബി, മൂസ നബി, അവരുടെയൊക്കെ സമുദായത്തിലുള്ള ആളുകൾ, അതായത് ആ പ്രവാചകന്മാരും അവിടുത്തെ സമുദായത്തിലുള്ള ആളുകളുമൊക്കെ അവർ വർഷങ്ങൾ കൊണ്ട് ചെയ്യുന്ന അമലുകൾ, 200-300 വർഷം കൊണ്ട് ചെയ്ത അമലുകൾ നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ 1-2 മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇന്നത്തെ ഈ ദിവസം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വലിയ പ്രതിഫലങ്ങൾ വാരിക്കോരി നേടാൻ പറ്റും. ഇന്നത്തെ നോമ്പ് അല്ലേ, വ്യാഴാഴ്ച ദിവസത്തിലെ നോമ്പിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാസമാകുന്ന ഈ ഒരു റജബ് മാസത്തിൽ ഒരു മനുഷ്യൻ നോമ്പ് പിടിച്ചാൽ അവനിക്ക് അല്ലാഹു തആല കൊടുക്കുന്നത് നരകമോചനമാണ്. പിന്നെ ഇന്നത്തെ ഈ നോമ്പിൻ്റെ പ്രതിഫലം പറയുന്ന സ്ഥലത്ത് കാണാം, 70 വർഷം നരകത്തിൽ നിന്നും അകലെയാവുകയും സ്വർഗത്തിലേക്ക് അടുക്കുകയും ചെയ്യുമെന്നാണ്. യാ അല്ലാ, ഈ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ഇന്നത്തെ നോമ്പിൻ്റെ പ്രത്യേകത ഒരുപാട് കിതാബുകളിൽ വ്യത്യസ്തമായ രൂപത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. അപ്പോൾ അതിൽപ്പെട്ട ഒരു ശ്രേഷ്ഠത മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്, നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമെന്നാണ്. നമുക്കതല്ലേ വേണ്ടത്? നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തരണം. അതിനല്ലേ നമ്മൾ നിസ്കരിക്കുന്നത്, നമ്മൾ നോമ്പ് പിടിക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു. എന്തിനാ? നമ്മുടെ തെറ്റുകൾ പുറത്ത് അല്ലാഹുവിൻ്റെ തൃപ്തിയോടുകൂടി സ്വർഗത്തിൽ കടക്കണം. അപ്പോൾ ഈ അല്ലാഹുവിൻ്റെ തൃപ്തിയോടുകൂടി സ്വർഗത്തിൽ കടക്കണം. അതിനെന്ത് ചെയ്യണം? പാപങ്ങൾ പൊറുക്കപ്പെടണം. ഈ
പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള അതിശ്രേഷ്ഠമായ ഒരു അമലിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് നമ്മൾ നോമ്പുകാരാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഈ നോമ്പ് പിടിച്ചാൽ എന്തെല്ലാം പ്രതിഫലങ്ങൾ കിട്ടുമോ? ഏകദേശം 10ഓളം വലിയ പ്രതിഫലങ്ങളാണ് ഇന്നത്തെ നോമ്പിലൂടെ ഒരു മനുഷ്യന് കരസ്ഥമാക്കാൻ പറ്റുന്നത്, ഒരു മുഅ്മിനായ മനുഷ്യന് കരസ്ഥമാക്കാൻ പറ്റുന്നത്. അതിൽപ്പെട്ട ഒന്ന്, മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു, പാപങ്ങൾ അല്ലാഹു തആല പൊറുക്കും. അത് എത്ര പാപങ്ങളാ? ചിലപ്പോൾ അത് കഴിഞ്ഞുപോയ പാപങ്ങളാവാം, ഇനി വരാനിരിക്കുന്ന പാപങ്ങളാവാം. ഏത് പാപങ്ങളാണെങ്കിലും അല്ലാഹു പുറത്തു തരും. അല്ലാഹു തആല ആ ഒരു പ്രതിഫലം നമുക്ക് നൽകുമാറാവട്ടെ. രണ്ടാമത്തേത്, അല്ലാഹു തആല നമുക്ക് ഒരുപാട് നന്മകൾ രേഖപ്പെടുത്തും. ഈ ആഖിറത്തിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മൾ ഈ നന്മയുടെ ത്രാസ്, നന്മയുടെ തട്ടിങ്ങനെ താഴുന്നത് കാണുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെടും. പടച്ചോനെ, ഞാൻ ഇത്രയും നന്മയൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞാൻ ചെയ്യാതെ എനിക്ക് എന്തിനാണ് ഇത്ര വലിയ നന്മകൾ എന്ന് നമ്മൾ ആ സമയത്ത് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഈ പിടിച്ച നോമ്പിൻ്റെയൊക്കെ ഫലം നമുക്ക് മനസ്സിലാവുക. നമ്മൾ അറിയാത്ത നന്മകൾ ഇങ്ങനെ എഴുതപ്പെടുമെന്നാണ്. നമ്മൾ ഓർക്കും ആ നോമ്പ് പിടിച്ചാൽ പ്രതിഫലമുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തെ ഒരുപാട് നന്മകൾ അല്ലാഹു തആല രേഖപ്പെടുത്തുന്നതാണ് ഇന്നത്തെ നോമ്പിൽ. മനസ്സിലാക്കണേ. മൂന്നാമത്തേത്, അല്ലാഹു തആല നമുക്ക് ദറജകൾ ഉയർത്തി തരും, നമുക്ക് പദവികൾ ഉയർത്തി തരും. പദവികൾ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദുന്യാവിലാവാം, കൂടുതലായി ആഖിറത്തിലാണ്. ആഖിറത്തിൽ നമുക്ക് പദവികൾ ഉയരാൻ ഇന്നത്തെ നോമ്പ് കൊണ്ട് കാരണമാണ്. പിന്നെയോ അതുപോലെ തന്നെ നാലാമതായി മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു നരകമോചനം. നരകമോചനം അതാണല്ലോ നമുക്ക് വേണ്ടത്, അല്ലേ? ചില ആളുകൾ പറയാറുണ്ട്, പടച്ച റബ്ബേ, ഞങ്ങൾക്ക് കണ്ണുകൊണ്ട് പോലും നരകത്തെ കാണുന്ന ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാന്ന്. ചില ആളുകൾ പറയും വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടത്തണമെന്ന്. അതായത് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടത്തണമെന്ന് പറഞ്ഞാൽ നരകത്തെ കാണാതെ നമുക്ക് എന്ത് ചെയ്യാം? സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റും. അതിനുള്ളൊരു ഉപാധിയാണ് ഇന്നത്തെ നോമ്പ്. പിന്നെയോ അഞ്ചാമതായി നമുക്ക് കിട്ടുന്നത് സ്വർഗപ്രവേശനമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഇസ്രാ മിഅ്റാജ് പോയി വന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഞാൻ സ്വർഗം മുഴുവനും ചുറ്റി സഞ്ചരിച്ചു, അതിൽ എത്രയോ അനുഗ്രഹങ്ങളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ സ്വഹാബിമാരോട് സ്വർഗത്തിൻ്റെ വിവരണങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്ന സമയത്ത് പല സ്വഹാബിമാരും പറഞ്ഞു, നബിയെ, ഈ ഞങ്ങൾക്ക് അത് മനസ്സിലാകുന്ന രൂപത്തിൽ പറയാൻ പറ്റും. അതായത് ഇവിടുത്തെ ആപ്പിളാണ് സ്വർഗത്തെ ആപ്പിൾ, അല്ലെങ്കിൽ ഇവിടുത്തെ മുന്തിരിയാണ് സ്വർഗത്തിലെ മുന്തിരി, അങ്ങനെ എന്തെങ്കിലും താരതമ്യം ചെയ്തിട്ട് പറയാൻ പറ്റുമോ? നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒന്നും പറയാൻ പറ്റൂല. അതായത് ഇവിടുത്തെ ആപ്പിൾ പോലെയാണ് അവിടുത്തെ ആപ്പിൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ആപ്പിളും അവിടുത്തെ ആപ്പിളും തമ്മിൽ എന്താ വ്യത്യാസം? അവസാനം നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞു, ഞാൻ അള്ളാനെ കണ്ടു. അപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു, അള്ള എങ്ങനെയാ? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞത്, അതെനിക്ക് വിശദീകരിക്കാൻ പറ്റില്ല. അള്ളാനെ പറ്റി നബി തങ്ങൾ ഒരൊറ്റ വാക്കാ പറഞ്ഞു, നൂറുൻ അലാ നൂർ, പ്രകാശത്തിൻ്റെ മേൽ പ്രകാശമാണ്. അതെങ്ങനെയാണ് എന്ന് വിശദീകരിക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇപ്പോൾ നമ്മളൊരു വസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്കത് വിശദീകരിക്കാൻ പറ്റും, അതങ്ങനെയാണ്. ചിലപ്പോൾ അത് ഉദാഹരിച്ച് പറയാം. നമ്മുടെ എന്താ പറയുക, വീട്ടിലുള്ള ഷോക്കേസിലിരിക്കുന്ന ആ ട്രോഫി ഉണ്ടല്ലോ, ആ ട്രോഫിയുടെ രൂപത്തിൽ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇത് അള്ളാഹ് എങ്ങനെയാണെന്ന് അള്ളാഹിൻ്റെ റസൂലിന് വിശദീകരിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം വലിയ സൗന്ദര്യമുള്ളതാവാം, അല്ലെങ്കിൽ അത്രമാത്രം ഗാംഭീര്യമുള്ള, അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരാളാണ് പടച്ച തമ്പുരാൻ. അള്ളാഹുവേ, പടച്ചോനെ, നിന്നെ കാണാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ലാ. അപ്പോൾ ഇന്നത്തെ നോമ്പിൻ്റെ 6ാമത്തെ പ്രതിഫലം അള്ളാനെ കാണാൻ പറ്റുക എന്നതാണ്. അള്ളാനെ കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സ്വർഗത്തിൽ കടന്നാലാണ് അള്ളാനെ കാണാൻ പറ്റുക. അപ്പോൾ ഇന്നത്തെ ഈ ദിവസത്തിൽ, ഇന്നത്തെ നമ്മൾ നോമ്പുകാരാണ്, ഇന്ന് നമ്മൾ നോമ്പ് പിടിച്ചുകൊണ്ട് സ്വർഗത്തെ ചോദിക്കണം. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. നമ്മൾ 4ാമത്തെ കാര്യം പറഞ്ഞത് നരകത്തിൽ നിന്ന് മോചനം കിട്ടുമെന്നാണ്. നരകമോചനം നമ്മൾ ചോദിക്കണം. എങ്ങനെ? അല്ലാഹുമ്മ അജിർനി മിനന്നാർ. ആ ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. പിന്നെയോ 7ാമതായി മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷകൾ ഇല്ലാതാകും. അള്ളാഹിൻ്റെ ശിക്ഷകൾ എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ അള്ളാഹു തആല ചില ശിക്ഷകൾ തരും, ചിലപ്പോൾ ഖബറിൽ ശിക്ഷകൾ തരും, ആഖിറത്തിൽ ശിക്ഷകൾ തരും. ഈ ശിക്ഷകളിൽ നിന്നെല്ലാം ഒഴിവാവാൻ ഇന്നത്തെ നോമ്പ് നമുക്ക് കാരണമാണ്. 8ാമത്തേത് സ്വർഗത്തിൽ റജബ് എന്ന് പേരുള്ള ഒരു നദിയുണ്ട്. ആ നദിയിൽ നിന്നും എല്ലാവർക്കും വെള്ളം കുടിക്കാൻ പറ്റില്ല. ഈ റജബ് മാസത്തിലെ ഒരു നോമ്പ് പിടിച്ചവനിക്കെങ്കിലുമാണ് അല്ലാഹു തആല ആ നദിയിൽ നിന്നും വെള്ളം കുടിക്കാൻ കൊടുക്കുക. അത് നമുക്ക് കിട്ടുന്നതാണ്, അല്ലേ?
നമ്മൾ റജബ് മാസത്തിലാണ്. റജബിൻ്റെ 27ാമത്തെ നോമ്പ് നമുക്കുണ്ട്. അതുപോലെ തന്നെ വ്യാഴാഴ്ചത്തെ നോമ്പുണ്ട്. റജബ് മാസത്തിൽ നിന്നുള്ള ഒരു നോമ്പ് നമ്മൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിശ്രേഷ്ഠമായ നോമ്പുകളാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. അതിൻ്റെയൊക്കെ പ്രതിഫലം റജബ് എന്ന് പേരുള്ള ഒരു നദിയിൽ നിന്ന് നമുക്ക് വെള്ളം കുടിക്കാനുള്ള അവസരം അല്ലാഹു തആല തരും. പടച്ചവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെയോ 9ാമത്തേത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ നമ്മൾ ഹയാത്താക്കുന്ന ജോലിയിലാണ്. ഇന്ന് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് നോമ്പ് പിടിച്ചിരുന്നു. ആ സുന്നത്ത് നോമ്പ് നമ്മൾ പിടിക്കുകയാണ്. അതുകൊണ്ട് നബിതങ്ങളുടെ സുന്നത്തിനെ നമ്മൾ ഹയാത്താക്കുന്നവരായി മാറിയിരിക്കുന്നു. 10ാമത്തേത് നമ്മുടെ ദുആ സ്വീകരിക്കുന്നതാണ് അല്ലേ. ഇന്നത്തെ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട അമലുകൾ ഏതൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ദുആ. ദുആ അധികരിപ്പിക്കണം. കാരണം ദുആ അല്ലാഹു തആല നിന്നും സ്വീകരിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ നോമ്പുകാരൻ്റെ ദുആ അല്ലാഹു തട്ടിക്കളയില്ലെന്നാണ്. നോമ്പുകാരൻ്റെ ദുആ, പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ. അപ്പോൾ നോമ്പുകാർ ഇന്ന് നമ്മുടെ ളുഹർ, അസർ, മഗ്രിബ്, ഇശ അല്ലേ, അതൊക്കെ നമുക്ക് അതിശ്രേഷ്ഠമായ ദിനങ്ങളാണ്. പ്രത്യേകിച്ച് ളുഹർ, അസർ, മഗ്രിബ്. ളുഹർ, അസറും നമ്മൾ നോമ്പുകാരായിരിക്കും. അപ്പോൾ ആ നോമ്പുകാരനായിട്ട് നമ്മൾ ഈ നിസ്കാരത്തിന് ശേഷമുള്ള സമയം ദുആ ചെയ്താൽ മസ്റ്റാണ് നമ്മൾ ദുആ സ്വീകരിക്കും. നമുക്കൊക്കെ എത്രയോ പ്രയാസങ്ങളാണ് അല്ലെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, സ്വന്തമായി വീടില്ലാത്തവർ, മക്കളുടെ കാര്യം, മരുമക്കളുടെ കാര്യം, പേരക്കുട്ടികളുടെ കാര്യം, ഭാര്യ, ഭർത്താവ്, ഇങ്ങനെ നീറുന്ന നൂറ് പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഇൻഷാ അല്ലാഹ് ദുആ ഇറക്കണം. അപ്പോൾ ദുആ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കണം ഇന്നത്തെ പകലിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് വിശുദ്ധമായ ഖുർആൻ. ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ. പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ 4ാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ മഗ്രിബോടുകൂടി നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ മഗ്രിബോടെ മിഅ്റാജിൻ്റെ അതിശ്രേഷ്ഠമായ സമയം കഴിഞ്ഞതു മുതൽ പിന്നെ വരുന്നത് 4ാമത്തെ വെള്ളിയാഴ്ച രാവാണ്. പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ്. ഒരു പഞ്ചാരക്കുന്നിൽ നിന്നും തേന്മഴ പെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നത് പോലെ. ഒരു ഉദാഹരണം വെറുതെ പറഞ്ഞു. പഞ്ചാരയുടെ കുന്ന്, ആ കുന്നിറങ്ങി പിന്നെ നമ്മൾ പോകുന്നത് തേനിൻ്റെ മഴ കൊള്ളാനാണ് എന്നതുപോലെ നമുക്ക് പ്രതിഫലത്തിൽ നിന്നും പ്രതിഫലത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സമയങ്ങളാണ് ഇത്. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ തസ്ബീഹ് ചൊല്ലുക. ദിക്റുകൾ ഒരുപാടുണ്ട്. ഒന്ന് ഇന്ന് നമ്മൾക്ക് പറയാൻ പറ്റിയ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പറയണേ. 1ാമത്തേത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുകൂടി നമുക്ക് ചേർക്കാം. അത് ചേർക്കാതെയും പറയാം, കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ദിക്റിനെ പറ്റി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജൊക്കെ കഴിഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് മഹാനായ മൂസാ നബിയെ കണ്ടു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഈ 50 വഖത്ത് നമസ്കാരം 5 വഖത്താക്കി നമുക്ക് ചുരുക്കി തരാൻ വേണ്ടി അള്ളാഹിനോട് പറയാൻ നബി തങ്ങളോട് പറഞ്ഞതല്ലോ. അപ്പോൾ ആ സമയത്ത് മൂസാ നബി ഒരു കാര്യം പറഞ്ഞു, നബിയെ വഅ്മുറു ഉമ്മതക ബി ഗിറാസിൽ ജന്ന, നബിയെ താങ്കളുടെ ഉമ്മത്തിനോട് സ്വർഗത്തിൽ വൃക്ഷം നടാൻ പറയണേ. ദുനിയാവിൽ വെച്ച് സ്വർഗത്തിൽ വൃക്ഷം നടാൻ താങ്കളുടെ ഉമ്മത്തിനോട് പറയണം. അതെങ്ങനെയാണ് മൂസാ നബി എന്ന് ചോദിച്ചപ്പോൾ മഹാനായ മൂസാ നബി പറഞ്ഞു കൊടുത്തു, നബിയേ, ഒരു മനുഷ്യൻ ദുനിയാവിൽ വെച്ച് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ സ്വർഗത്തിൽ അവൻ ഒരു വൃക്ഷം നട്ടവനാണ്, ഒരു മരം നട്ടു. അങ്ങനെ നമുക്ക് എത്രയോ പ്രാവശ്യം പറയാം. ഒരുപാട് മരങ്ങൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ നട്ടതായിട്ട് സ്വർഗത്തിലുണ്ടാകും. അല്ലാഹു തആല ആ ഒരു ദിക്ർ മുറുകെ പിടിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, അത് ഇന്ന് മഗ്രിബിന് മുമ്പ് നമ്മൾ ഒരുപാട് വട്ടം പറയണേ, മറന്നു പോകരുതേ. കാരണം മഗ്രിബിനോട് അടുത്ത സമയത്ത് ദുആക്ക് ഇജാബത്തുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ദിക്ർ പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുന്നതാണ്. പിന്നെ നോമ്പുകാരൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കും, പ്രത്യേകിച്ച് ആ നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള 1-2 മിനിറ്റ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ദുആകൾ പരമാവധി അധികരിപ്പിക്കുക. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ് റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഇങ്ങനെ ഒരുപാട്
ദുആ ഉണ്ട്, വിശുദ്ധമായ ഖുർആൻ റബ്ബന റബ്ബന കൊണ്ട് തുടങ്ങുന്ന. അപ്പോൾ അറിയാവുന്ന ദുആകളൊക്കെ അധികരിപ്പിക്കുക. ഇന്നത്തെ ഈ ദിവസം സ്വതക്ക നമ്മൾ കൊടുക്കണേ. ഒരു 10 രൂപയെങ്കിലും പാവപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കണേ, മറന്നു പോകരുതേ. നോമ്പ് തുറ സംഘടിപ്പിക്കാൻ പറ്റിയാൽ ഏറ്റവും ഖൈറാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പള്ളിയിലൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടി നോമ്പ് തുറയുണ്ടെങ്കിൽ ഒരു നമ്മുടെ വകയായിട്ട് ഒരു 500 രൂപ കൊടുക്കുക നോമ്പ് തുറയിലേക്ക്. അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അത് വലിയ പ്രതിഫലം കിട്ടുന്നതാണ്. പിന്നെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. അസ്തഗ്ഫിറുല്ലാഹ് 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 എന്നുള്ള ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. നാവിനെ സൂക്ഷിക്കണേ. ഇന്നത്തെ ദിവസം മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന് നോമ്പുകാരനാണ്, നാവിനെ സൂക്ഷിക്കണേ. ഏഷ്യനെ പരദൂഷണമൊന്നും പറയാൻ നിൽക്കണ്ട. പിന്നെയോ കുടുംബത്തിൽ വിശാലത ചെയ്യാൻ മറന്നു പോവരുത്. കുടുംബത്തിൽ വിശാലത. ഇന്ന് ഇച്ചിരി അല്പം മന്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അൽഫാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നല്ല ബിരിയാണി ആയിക്കോട്ടെ, നല്ല പത്തിരിറച്ചി ആയിക്കോട്ടെ, ഇന്ന് മീൻകറിയും പഴഞ്ചോറൊന്നും ആക്കണ്ട. നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെ ആയിക്കൊള്ളട്ടെ. കുടുംബത്തിൽ വിശാലത ചെയ്യണേ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നത്തെ നോമ്പ് തുറ. നമുക്ക് മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കാൻ പറ്റിയാൽ അത് ഏറ്റവും ഹൈറാണ്. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബാദികളെ തന്നെ, നമ്മുടെ വീട്ടിലുള്ള മക്കൾ, ഭാര്യ, അവർക്കൊക്കെ നല്ല വിശാലമായൊരു ഭക്ഷണം കൊടുക്കുക. പിന്നെ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും നല്ലതുപോലെ വുളു എടുത്തിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി യസ്തഗ്ഫിറുല്ലാഹ് ആ ദിക്ർ ഇങ്ങനെ ഒരുപാട് ഘട്ടം അധികരിപ്പിക്കുക. അതോടൊപ്പം തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് 2 ദുആയുണ്ട്. ഒന്ന് അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു, ആ ഒരു ദുആ പറയാം. അതല്ലാതെ മറ്റൊരു ദുആയുണ്ട്, ദഹബൽ ളമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. ആ ഒരു ദുആയും നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് പറയാൻ പറ്റിയ ദുആയാണ്. ഇതൊന്നും മറന്നു പോകരുതേ. ഇത് നമ്മുടെ മക്കൾക്ക് കൂടി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. പിന്നെയോ നോമ്പ് തുറക്കുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പകലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇന്നത്തെ പകലിലും ഇനി വരുന്ന ദിവസങ്ങളിലും ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. പിന്നെ ഒരു സ്പെഷ്യൽ ഒരു ദിക്റും അതുപോലെ തന്നെ ഒരു ഇസ്മും പറഞ്ഞു തരാം. കാരണം ഇത് പരിശുദ്ധമായ റജബ് മാസമാണ്. അള്ളാഹുവിൻ്റെ റസൂല് നരകത്തെ കണ്ട ഒരു മാസമാണ്, ഒരു ദിവസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നരകത്തെ തൊട്ട് അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കണം. സാധാരണ നമ്മൾ അള്ളാഹു അജിർനി മിനന്നാർ എന്ന് പറയാറുണ്ട്. ഇന്ന് വ്യത്യസ്തമായ ഒരു ദുആ പഠിപ്പിച്ചു തരാം. മഹത്തുക്കളായ പണ്ഡിതന്മാർ ചെയ്ത ഒരു ദുആയാണ്. ഏതാണ് ദുആ? അല്ലാഹുമ്മ അജിർനി മിൻ ഹർരി ജഹന്നം എന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ അജിർനി മിൻ ഹർരി ജഹന്നം, അല്ലാഹുമ്മ അജിർനി മിൻ ഹർരി ജഹന്നം. അല്ലാഹുവേ, നരകത്തിൻ്റെ ചൂടിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ഇതാണ് ആ ദുആയിൻ്റെ അർത്ഥം. അല്ലാഹുമ്മ അജിർനി മിൻ ഹർരി ജഹന്നം. ഒരു 3 പ്രാവശ്യമെങ്കിലും ഇന്നത്തെ ദിവസം മറന്നു പോവാതെ പറയണേ. പിന്നെ അതോടൊപ്പം തന്നെ ഒരു ഇസ്മു, കാരണം ഇത് അള്ളാൻ്റെ മാസമാണ്, പരിശുദ്ധമായ റജബാണ്. അപ്പോൾ ഈ അള്ളാൻ്റെ മാസത്തിൽ നമുക്ക് അള്ളാൻ്റെ ഇഷ്ടം കിട്ടാനുള്ള ഒരു ഇസ്മ, അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ. അള്ളാൻ്റെ ഇഷ്ടം കിട്ടിയ പിന്നെ ജീവിതത്തിൽ രക്ഷപ്പെട്ടു. ഏതാണ് അള്ളാൻ്റെ ഇഷ്ടം കിട്ടാനുള്ള ഒരു ഇസ്മ? യാ വദൂദു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ്. ഈ ഒരു ഇസ്മ നമ്മൾ നിസ്കാരങ്ങൾക്ക് ശേഷം 3ഓ 5ഓ പ്രാവശ്യം വീതം പറയാൻ പറ്റിയാൽ അള്ളാൻ്റെ കരുണ, അള്ളാൻ്റെ റഹ്മത്ത്, അള്ളാൻ്റെ ഇഷ്ടം ഈ മാസത്തിലും വരുന്ന മാസങ്ങളിലും കിട്ടുന്നതാണ്. അപ്പോൾ ഈ പറയപ്പെട്ട ഒരുപാട് അമലുകൾ നമുക്ക് ഇന്ന് ചെയ്യാനുണ്ട്. ഇതെല്ലാം വലിയ ഭാരമായിട്ട് കാണേണ്ട, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ അമലുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലും അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ തസ്ബീഹും ദിക്റും സ്വലാത്തും ഖുർആനും എല്ലാം അള്ളാഹു തആല പരിപൂർണമായി ഖബൂലാക്കുമാറാവട്ടെ. ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ അതിശ്രേഷ്ഠമായ ദിനമാണ്. ഷഅബാനൊക്കെ വരാനിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഷഅബാൻ മാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നാളെ പറയാം. അപ്പോൾ പരിശുദ്ധമായ റജബ് മാസം അതിശ്രേഷ്ഠമാണ്. ഇനിയുള്ള സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തആല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഒരുപാട് പേര് നമ്മളോട് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പലവിധ ആവശ്യങ്ങൾ മുൻനിർത്തി അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ഹലാലായ മുറാദ് അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു തആല ശിഫ നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലും അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.